ഹലോ ഗൈസ്, എല്ലാവർക്കും ഡേ 7 ഓഫ് ബോക്സിംഗ് ട്രെയിനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ്. കാരണം ഞാൻ വീഡിയോ തുടങ്ങുന്നത് എൻ്റെ സ്കൂളിൽ നിന്നാണ്. ഞാൻ പഠിക്കുന്നത് പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കബഡി സെലക്ഷൻ ഉണ്ടായിരുന്നു. കബഡീൻ്റെ ABCD ഒന്നും അറിയില്ലെങ്കിലും ഞാൻ കബഡി സെലക്ഷന് പോയി. സെലക്ഷൻ്റെ റിസൾട്ട്സ് തിങ്കളാഴ്ച വരും, കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കബഡി സെലക്ഷന് പോയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സ്പോർട്ട്. മാഷ് പോയപാട് തന്നെ പറഞ്ഞു ഭയങ്കര വയലൻസ് സ്പോർട്ടാണ്, ഏറ്റവും കൂടുതൽ ഇഞ്ചറീസൊക്കെ വരുന്നൊരു സ്പോർട്ടാണ്. പിന്നെ ഞാൻ കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് ചെക്കന്മാരെടുത്ത് എറിയാൻ പറ്റും, പിന്നെ ഇതിൻ്റെ അകത്ത് കിക്ക് ചെയ്യാം, പിന്നെ ഒരാളെ തൊട്ടിട്ട് ലൈൻ ക്രോസ് ചെയ്താൽ നമുക്ക് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാരെ തൊട്ട് അവരൊക്കെ മറികടന്ന് അവരൊക്കെ ഇടിച്ചിട്ട് നമുക്ക് ലൈൻ തൊട്ടാൽ നമുക്ക് മാർക്ക് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കോൺസെപ്റ്റും ഈ ഗെയിമും. അപ്പം ബോക്സിംഗ് ഒക്കെ പോലെ തന്നെ കബഡിയും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സെറ്റ് ആവുന്നേ ഉള്ളൂ. കബഡീൻ്റെ ഒരുപാടൊന്നും വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. എന്തായാലും ബോക്സിംഗ് ക്ലാസ്സിലെ വിഷ്വൽസൊക്കെ വരുന്നുണ്ട് ഓൺ ദ വേ. നിങ്ങൾ എന്തായാലും വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക ഗൈസ്. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പിന്നെ കബഡിക്ക് കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എങ്ങനെ കറക്റ്റ് കളിക്കാമെന്നൊന്നും അറിയില്ല. ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ചെക്കന്മാർ ഉന്തിയിടലും പിന്നെ പിടിച്ചിട്ട് ലൈനിൻ്റെ ബാക്കിലേക്ക് ഇടാനൊക്കെ ശ്രമിച്ചത്. മാക്സിമം ഇതിലൊക്കെ നോക്കിയിട്ട് സെറ്റാക്കണം. എൻ്റെ കൂടെ കബഡി പ്രാക്ടീസ് ചെയ്യുന്ന വേറെ ചങ്ങായും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പണി എന്താ വെച്ചാൽ കബഡി അങ്ങോട്ട് പഠിക്കുക ഗായ്സ്. അപ്പോൾ ഞാനിതാ ബോക്സിംഗ് ക്ലാസ്സിൽ എത്തിച്ച്. ഇന്ന് നല്ല മഴ കേട്ടോ, പുറത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേമാരി മഴ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആരും എത്തിക്കില്ല. അതാണ് ബോക്സിംഗ് ക്ലാസ്സിൻ്റെ സ്ഥിതി. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, പക്ഷേ ഞാൻ ട്രെയിനിങ് തുടങ്ങാൻ പോവാണ്. പിന്നെ ബാക്കിയുള്ളവരും വന്നിട്ട് ബാക്കി ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ. ബോക്സിംഗ് ക്ലാസ്സിലെത്തിയ ഫസ്റ്റ് വർക്കൗട്ടായിട്ട് മാഷ് ഞങ്ങളോട് പറഞ്ഞ ഡെക്വാക്സാണ്. അപ്പോൾ ഡെക്വാക്സ് ഒക്കെ ചെയ്തൊരു പരിവായി ഗൈസ്. എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഷ് സ്റ്റോപ്പ് പറയുന്നത് വരെ ഞങ്ങളെല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്തു. നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ചാൽ പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂഡ്. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഗൈസ്. അങ്ങനെ ഡെക്വാക്സ് ഒക്കെ ചെയ്തൊരു പരിവായൊരു മാഷ് പറഞ്ഞു ബർപ്പീസ് അടിക്കാൻ. ബർപ്പീസ് മാഷ് പറഞ്ഞതനുസരിച്ച് സ്റ്റോപ്പ് എപ്പോഴാണോ പറയുന്നത് അന്നേരം മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റൂളും വെച്ച്, പിന്നെ ആണെങ്കിൽ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് വെറും 1 മിനിറ്റോ 2 മിനിറ്റോ റെസ്റ്റ് മാത്രം തരും. അത് കൂടാതെ ഇത് പകുതി ആയാലും ചൂരലും എടുത്ത് വന്നിട്ട് പറഞ്ഞു നിർത്തിയാലടിയ. അപ്പോൾ ഒന്ന് ആലോചിച്ച് ഗൈസ് അതിൻ്റെ പ്രഷർ. അപ്പോൾ ആ ഒരു പ്രഷറിൽ ഞങ്ങളെല്ലാവരും ഒരു 50 ബർപ്പീസ് മിനിമം അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാഷ് ചൂരലെടുത്തു ഗൈസ്. ഇതിന് ശേഷം അടിച്ച ഓരോരോ ബർപ്പീസും അത്രയും ടയേർഡായിട്ടും ഞങ്ങൾ ആ അടി കിട്ടുന്നതിൻ്റെ വേദന ആലോചിച്ചിട്ട് ചെയ്യും. അങ്ങനെ ബർപ്പീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലെഗ് റേസിലേക്ക് പോയി. അങ്ങനെ ഒരു 100 ലെഗ് റേസ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വർക്കൗട്ടുകളൊക്കെ മാഷ് ചെയ്യിപ്പിച്ചത്. എല്ലാവരും ചത്ത് ഗൈസ്, ചത്ത് തരിപ്പടായി. ബിഫോർ ആഫ്റ്റർ സ്റ്റഡി. അപ്പോൾ എല്ലാവരും ടയേർഡായി കിടന്നു പോയൊരവസ്ഥയിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മാഷ് പറയുന്നത് മോനെ പുഷപ്പ് എടുക്കാൻ സമയമായി. അപ്പോൾ അടുത്ത വർക്കൗട്ടിലേക്ക് പോയി പുഷപ്സ്.
വെറും പുഷപ്സ് അല്ല, നെക്കിൾ പുഷപ്സും ചെയ്തു, പിന്നെ നോർമൽ പുഷപ്സും ചെയ്തു. ചാകാൻ ആർക്കും പറ്റും, ജീവിച്ചു കാണിക്കാനാ പാട്. ഒറ്റ ജീവിതമേ ഉള്ളൂ, മനസ്സിലാക്കിക്കോ. ഒറ്റ ജീവിതം, അതെവിടെ എങ്ങനെ വേണമെന്ന് അവനവൻ തീരുമാനിക്കണം. അങ്ങനെ നോർമൽ പുഷപ്പും വൈഡ് പുഷപ്സും നെക്കിൾ പുഷപ്സും എല്ലാം കഴിഞ്ഞിട്ട് ആബ്സ് വർക്കൗട്ടും ചെയ്തിരുന്നു. അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആബ്സ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പുഷപ്സ്. ബേസിക്കലി ഞങ്ങളൊരു 200-250 പുഷപ്സ് ആകെ മൊത്തം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും പുഷപ്പിന് ശേഷമാണ് ഇന്നത്തെ ഡേ 7 ബോക്സിംഗ് ട്രെയിനിങ് കഴിയുന്നത്. എല്ലാവരും ചത്ത് തരിപ്പടായിപ്പോയി ഗൈസ്. ഇന്നത്തെ ബോക്സിംഗ് ട്രെയിനിങ് സെഷൻ കഴിഞ്ഞു. ഇത് കാണുന്നത് ഫുഡ് കഴിച്ചിട്ട് ഇറമണിഞ്ഞതല്ല കേട്ടോ, ട്രെയിനിങ്ങിന് ശേഷം കിടന്നു പോയതാണ് ഗൈസ്. എല്ലാവരും കിടന്നുപോയി. ഭയങ്കര ട്രെയിനിങ്, അതികഠിനമായ ട്രെയിനിങ് ആയിരുന്നു.